പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പ്രൈവറ്റ് ഗ്രൂപ്പുകൾ വഴി ഹജ്ജിന് പോകുന്ന ഹാജിമാർ ഇതാ ഹജ്ജിനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന 26-ാം തീയതി നമ്മുടെ ഹജ്ജ് കമ്മിറ്റി വഴി പോകുന്ന ഹാജിമാർ നമ്മുടെ നാട്ടിൽ നിന്നും യാത്ര തിരിച്ചു തുടങ്ങും. അൽഹംദുലില്ലാ, നിലവിൽ ഒരുപാട് ഹാജിമാർ ഇരു ഹറമുകളിലും എത്തിയിട്ടുണ്ട്. ഒരുപാട് ഹാജിമാർ ഇനി പോവാനുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും ഹജ്ജിനെ മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കട്ടെ. ആമീൻ. ഒരു കുഞ്ഞു ദുആ പഠിപ്പിച്ചു തരാം. ഈ ദുആ പറഞ്ഞ നമുക്കും ഹജ്ജിനുള്ള വലിയ തൗഫീഖ് അല്ലാഹു തരും. പിന്നെ ഒരു ഇസ്മ പറഞ്ഞു തരാം. ഈ ഇസ്മ പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്താൽ നമുക്കും അല്ലാഹു തആല ഹജ്ജ് ചെയ്യാനുള്ള വലിയ തൗഫീഖ് ഭാഗ്യം തരുമെന്നാണ്. അല്ലാഹു തആല ആ ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വർഷം ഹജ്ജിന് പോകുന്ന ഹാജിമാരെ നിങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. നിലവിൽ ഹജ്ജിനായി ഹറമുകളിൽ എത്തിയിട്ടുള്ള ഹാജിമാരുടെ ശ്രദ്ധയിലേക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയാണ്. പിന്നെ ഇനി നാട്ടിൽ നിന്നും ഹജ്ജിനായി പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതോടൊപ്പം തന്നെ ഈ വർഷം ഹജ്ജിന് പോവാത്ത ആളുകൾ നമ്മൾ ഹാജിമാരെ യാത്രയാക്കുമ്പോൾ നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം വിശദമായി പറയാം. അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും ഖൈറിലും ബറക്കത്തിലുമാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കട്ടെ. ആരൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അല്ലാഹു തആല അവരുടെയും നമ്മുടെയും എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ, രോഗങ്ങൾ മാറ്റിത്തരട്ടെ. മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ് ഇപ്രാവശ്യം നമ്മളിൽ നിന്നും ഹജ്ജിനായി പ്രൈവറ്റ് ഗ്രൂപ്പുകാരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹജ്ജിന് വേണ്ടി. നമ്മുടെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി പോകുന്ന ആളുകൾ 26-ാം തീയതിയാണ് അവർ പുറപ്പെട്ടു തുടങ്ങുന്നത്. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും മഖ്ബൂലും മബ്റൂറുമായി പടച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വർഷം നമുക്ക് പോകാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. അല്ലാഹു തആല താമസിയാതെ വരുന്ന വർഷങ്ങളിലൊക്കെ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യം ഒന്ന് ഉംറക്ക് പോകണം. ആദ്യം ഒന്ന് ഉംറക്ക് പോയിട്ട് നമ്മുടെ ഹറം ഒക്കെ പരിചയപ്പെട്ട് നമ്മൾ പോകുന്ന വഴി അറഫയൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഉംറക്ക് പോകുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് വഴിയല്ലേ പോകുന്നത്. അപ്പോൾ അവിടെ ആ ഗ്രൂപ്പിലുണ്ടാകും അറഫ കാണാൻ പോകും, മിന കാണാൻ പോകും, ജംറകൾ കാണാൻ പോകും. അവിടെ ഒന്നും ഇറക്കൂല, എന്നാലും നമുക്കൊന്ന് ഓടിച്ച് കണ്ടുപോകാൻ പറ്റും. അതുപോലെ ബദർ കാണാം. അങ്ങനെ മദീനയിലേക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ കാണാൻ പറ്റും. അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ പോയിട്ടുണ്ട്. അല്ലാഹു തആല ഇനിയും എത്ര പോയാലും മതിയാവൂല. അല്ലാഹു തആല ഇനിയും ഒരുപാട് വട്ടം നമുക്കൊക്കെ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. അപ്പോൾ ആദ്യം ഒന്ന് ഉംറക്ക് പോയിട്ട് ഹജ്ജിന് പോകുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ്. കാരണം നമുക്ക് പരിചയമുള്ള നാടാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഹജ്ജിന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പരിചയമില്ല. പരിചയപ്പെട്ട് വരുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചു പോരുന്ന ഒരവസ്ഥയാണ്. ഞാനിത് പറയുന്നത് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന തൗഫീഖുകൾ പല രൂപത്തിലാണ്. ചില ആളുകൾക്ക് ആദ്യം ഹജ്ജിന് കിട്ടും, ചില ആളുകൾക്ക് ഉംറക്ക് ആദ്യം പോകാൻ പറ്റും, അത് കഴിഞ്ഞ് ഹജ്ജിന് പോകാൻ പറ്റും. അപ്പം എങ്ങനെയാണെങ്കിലും ആദ്യം ഒന്ന് ഉംറക്ക് പോയിട്ട് നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ അത് വലിയൊരു ഖൈറാണ്. ഞാനിത് പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു തആല എങ്ങനെയാണ് നമുക്ക് വിധിച്ചിട്ടുള്ളതെന്ന് അറിയില്ല. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയട്ടെ, നമ്മുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം മാത്രമാണ് നമുക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുള്ളൂ, അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ഹജ്ജിനുള്ള തൗഫീഖ് കിട്ടണം, നമുക്കൊക്കെ ഹജ്ജ് ചെയ്യാനുള്ള വലിയ അവസരം കിട്ടണം. അതിനെന്താണ്? അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ ഞാൻ പറഞ്ഞു തരാം. ഈ ഇസ്മ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അള്ളാഹു ഹജ്ജിനുള്ള തൗഫീഖ് തരുന്നതാണ്. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഏതാണ് ആ ഇസ്മെന്നറിയോ? യാ അസീസു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്. ഉന്നതനായ അല്ലാഹുവേ, ഉന്നതനായ അല്ലാഹുവേ. കഅബ ഉന്നതമായ ഒരു ഗേഹമാണ്. ആ ഉന്നതമായ കഅബയുടെ ഉടമസ്ഥനായ അല്ലാഹുവേ, പടച്ചോനെ, ഞങ്ങൾക്ക് നീ ഹജ്ജിനുള്ള തൗഫീഖ് തരണം, ഉംറക്കുള്ള അവസരം തരണം എന്ന് മനസ്സിൽ കരുതിയിട്ട് ഈ ഒരു നമ്മൾ ഇസ്മു പറയണം. എന്ത്? യാ അസീസു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ് എന്ന ഇസ്മ നമ്മൾ പറയുക, എപ്പോഴും പറയുക. പ്രത്യേകിച്ച് ദുആ ചെയ്യുന്നതിന് മുമ്പ് ഈ യാ അസീസു യാ അല്ലാഹ് എന്ന ഇസ്മ ഒരു 11 വട്ടം പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹു തആല നമുക്കും ഹജ്ജ് ചെയ്യാനുള്ള അവസരം തരുന്നതാണ്. മാത്രമല്ല, നമ്മളിൽ നിന്നും ഹജ്ജിന് പോയിട്ടുള്ള ഹാജിമാർ അവരുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കുന്ന, നമ്മൾ ഈ ഒരു ഇസ്മ പറഞ്ഞിട്ട് അല്ലാഹു അവർക്ക് വേണ്ടി അവരുടെ ഹജ്ജ് നീ സ്വീകരിക്കണേ
റബ്ബനെ എന്ന് അവർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുക. അപ്പോൾ അവരുടെ ഹജ്ജും സ്വീകരിക്കപ്പെടുന്നതാണ്. നമ്മൾ നല്ലതുപോലെ ദുആ ചെയ്യണം, നല്ലതുപോലെ ദുആ ചെയ്യണം. അതുപോലെ തന്നെ ഞാനൊരു ദുആ പറഞ്ഞു തരാം. ഈ ദുആ നിങ്ങൾ പ്രാവർത്തികമാക്കിയ ഇൻഷാ അല്ലാഹ് നമുക്കും ഹജ്ജിന് പോകാനുള്ള തൗഫീക്ക് കിട്ടും. ഏതാണ് ആ ദുആ എന്നറിയോ? അല്ലാഹുമ്മ ർസുഖ്നാ ഹജ്ജ ബൈതികൽ ഹറം വസിയാറത റൗളതി നബിയിക മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുആ നമ്മൾ മറന്നു പോകരുത്. നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടണോ, ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടണോ, അതുപോലെ തന്നെ നമ്മുടെ ഹജ്ജ് സ്വീകരിക്കപ്പെടണോ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ദുആ നമ്മൾ പതിവാക്കുക. അല്ലാഹുമ്മ ർസുഖ്നാ ഹജ്ജ ബൈതികൽ ഹറം വസിയാറത റൗളതി നബിയിക മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയട്ടെ, നമ്മുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം മാത്രമാണ് നമുക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുള്ളൂ, അല്ലേ? ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിൽ നിസ്കാരമുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, ദിക്റുകൾ പറയലുണ്ട്, ഉദ്ഹിയ്യത്തുണ്ട്, സാമ്പത്തികമായ ചിലവഴിക്കലുണ്ട്. എല്ലാം കൂടി ചേർന്നിട്ടാണ് ഹജ്ജിന്റെ കർമ്മം വരിക, അല്ലേ? വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന എന്നാണ്. ഹജ്ജ് മബ്റൂറായാൽ സ്വർഗ്ഗമാണ് പ്രതിഫലം. ഹജ്ജ് മബ്റൂറാവണം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും ഹജ്ജിന് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ഇത് അയച്ചു കൊടുക്കണം. കാരണം ഹജ്ജിന് നിലവിൽ പോയിട്ടുള്ള, അവിടെ എത്തിയ, ഹറമുകളിൽ എത്തിയിട്ടുള്ള ആളുകളും കേൾക്കേണ്ട കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഹജ്ജിന് പോവാത്ത ആളുകൾ, നമ്മൾക്കിപ്പോൾ നാട്ടിൽ ഈ വർഷം പോകുന്നില്ലല്ലോ, അപ്പോൾ നമ്മളും കേൾക്കേണ്ട കാര്യങ്ങളാണ്. ഈ വർഷം ഹജ്ജിനായി പോകാൻ ഒരുങ്ങുന്ന ആളുകളും 3 തരത്തിലുള്ള ആളുകളും കേൾക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു തൗഫീക്ക് തരട്ടെ, ആമീൻ. അപ്പോൾ വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഹജ്ജ് മബ്റൂറായാൽ അതിന്റെ പ്രതിഫലം സ്വർഗ്ഗമാണ്. ഹജ്ജ് മബ്റൂറാകുമ്പോഴാണ് ഹജ്ജ് മഖ്ബൂലാവുക. ഹജ്ജ് മഖ്ബൂലാകുമ്പോഴാണ് സ്വർഗം കിട്ടുക. ഹജ്ജിന്റെ പ്രതിഫലം എന്താണ്? സ്വർഗമാണ്, ഉറപ്പാണ്. പക്ഷെ അത് വെറുതെ ഹജ്ജ് ചെയ്താൽ പോരാ, അത് മബ്റൂറായ ഹജ്ജ് ആവണം. ഈ മബ്റൂറായ ഹജ്ജ് ആകുന്നത് എപ്പോഴാ? ഇനി എൻ്റെ ഹാജിമാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഹജ്ജിന് പോകുന്നവരെ, നിലവിൽ ഹറമുകളിൽ എത്തിയിട്ടുള്ളവരെ, പല ആളുകളും നേരിട്ട് മദീനയിൽ എത്തിയിട്ടുണ്ട്, പല ആളുകളും മക്കത്ത് വന്നു, അതുപോലെ ഉംറ ചെയ്തു, അതിനുശേഷം മദീനത്തേക്ക് പോയ ഹാജിമാരും ഒരുപക്ഷെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടാകും. അപ്പോൾ എല്ലാ ഹാജിമാരും അല്ലാത്തവരും കേൾക്കാൻ പറയുകയാണ്, ഹജ്ജ് എന്താവണം? മബ്റൂറാവണം. മബ്റൂറാവാൻ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൽ ഇത്തിയാനു ഫീഹി ബി അഅമാലിൽ ബിർ. ഹജ്ജിന്റെ സമയത്ത് നമ്മൾ ഒരു സേവന സന്നദ്ധത ഉണ്ടാവണം. ഹാജിമാരെ, നിങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോൾ ഞാൻ പൈസ കൊടുത്തു, ഞാൻ ഹജ്ജിന് വന്നു, ഞാൻ ഹജ്ജ് ചെയ്തു പോകുന്നു, അതിനേക്കാൾ ഉപരിയായി ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് രോഗികളായ ആളുകൾ ഉണ്ടാകും, അല്ലെ? ഒരുപാട് ബലഹീനരായ ആളുകൾ ഉണ്ടാകും, ശ്വാസം മുട്ടുള്ള ആളുകൾ ഉണ്ടാകും, മുട്ടിന് തേയ്മാനം വന്ന ആളുകൾ ഉണ്ടാകും, വൃദ്ധന്മാരായ ആളുകൾ ഉണ്ടാകും, കാഴ്ച കുറഞ്ഞ ആളുകൾ, കേൾവി കുറഞ്ഞ നിരവധി ആളുകൾ, രോഗികളായ ആളുകൾ. അപ്പൊ അവരെ കൂടി ഒന്ന് പരിഗണിച്ചാലാണ് നമ്മുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുക. വെറുതെ നമ്മൾ മാത്രം ഹജ്ജ് ചെയ്തു പോന്നു, അങ്ങനെയല്ല. നമ്മുടെ കൂടെയുള്ള, നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകളെ ഒന്ന് സഹായിക്കാനുള്ള ഒരു സന്നദ്ധത നമ്മൾ ഹജ്ജിൽ പ്രകടിപ്പിക്കണം, ഉണ്ടാവണം. എല്ലാവർക്കും തവാഫ് ചെയ്യാം, എല്ലാവർക്കും സഈ ചെയ്യാൻ പറ്റും, എല്ലാവർക്കും അറഫയിൽ പോയി നിൽക്കാൻ പറ്റും. പക്ഷെ മറ്റുള്ളവരെ ഒന്ന് സഹായിക്കുക. ഒരു ഹാജി ഇങ്ങനെ ബാഗ് ഉയർത്താൻ പ്രയാസപ്പെടുന്ന സമയത്ത് നമ്മളൊന്ന് സഹായിച്ചു കൊടുക്കുക. ഒരു ഹാജി ഇങ്ങനെ എൻ്റെ റൂം എവിടെയാണെന്ന് എനിക്ക് അറിയില്ല, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ അയാളുടെ റൂം ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹജ്ജ് മഖ്ബൂലാകും, മബ്റൂറാകും, ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഹജ്ജിന് പോവാത്ത ആളുകളും ഹജ്ജിന് പോകുന്ന ആളുകളും ഇനി പോവാൻ ആഗ്രഹിക്കുന്നവരും എല്ലാവരും അറിയേണ്ടത് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു അമലുകൾ പോലെ അമലായിട്ട് നമ്മൾ കാണണം. എന്ത്? മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവണം. രണ്ടാമതായിട്ടാണ് മഹത്തുക്കൾ പറഞ്ഞത് ഫിഅലു ത്വാഅത്ത്, നമ്മൾ ഹജ്ജിന്റെ അമലുകൾ ചെയ്യുക. അമീറന്മാര് പറയുന്നത് കേൾക്കുക, അതുപോലെ ഹജ്ജിന്റെ ഗൈഡ് ഉണ്ടാകും, അത് നോക്കി മനസ്സിലാക്കുക. പല ആളുകളും പറയുന്നത്, ഉസ്താദേ ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾക്ക് ഒരു അറബി പോലും അറിയില്ല, ഫാത്തിഹ മാത്രമേ അറിയൂ, അതുപോലെ അറബി അറിയില്ല, ഞങ്ങൾക്ക് സ്ഥലം അറിയില്ല, ഞങ്ങൾക്ക്
ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അറിയില്ല, ഞങ്ങൾ എന്തിനാ ഹജ്ജ്, അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട. ഈ പ്രാവശ്യം ഏകദേശം 25 ലക്ഷത്തിലധികം ഹാജിമാരുണ്ടാകുമെന്നാണ് കണക്ക് ഏകദേശം. അപ്പോ ഈ 25 ലക്ഷം ഹാജിമാരും ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുന്നത് എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടാണോ? അല്ല, അതൊക്കെ ഒരു തൗഫീഖ്, അള്ളാഹു നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. അള്ളാഹു നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ട് എന്താ, നിങ്ങളുടെ ദുആയും നിങ്ങളുടെ പ്രവൃത്തിയും അള്ളാഹു സ്വീകരിക്കും. ഹജ്ജിന് വാക്കുകളേക്കാൾ കൂടുതൽ പ്രവൃത്തികളാണ്. ഇപ്പൊ തൊവാഫ് ചെയ്യുന്ന സമയത്ത് ഒരു ഹാജി ഒന്നും മിണ്ടിയില്ല, വെറുതെ മിണ്ടാതെ തൊവാഫ് ചെയ്താലും തൊവാഫ് സ്വീകരിക്കും. സഫാ മർവക്കിടയിൽ നടക്കുന്നു, ആ നടക്കുന്ന സഈ ചെയ്യുന്ന സമയത്ത് ഒന്നും മിണ്ടിയില്ല, വേണ്ട, അവന്റെ ആ സഈ അല്ലാഹു സ്വീകരിക്കും. അറഫയിൽ പോയി നിൽക്കുന്നു, അവൻ ഒന്നും മിണ്ടിയില്ല, അവന്റെ ആ നൃത്തം ശരിയാകും. ജംറകളിൽ കല്ലെറിയുന്നു, അല്ലെ, കല്ലെറിയുന്ന സമയത്ത് അവൻ ഒന്നും മിണ്ടിയില്ല, വെറുതെ കല്ലെറിഞ്ഞു, അവന്റെ കല്ലെറിയൽ ശരിയാകും. മിനയിൽ താമസിക്കുന്നു, അവൻ ഒന്നും മിണ്ടിയില്ല, മതി. അപ്പൊ വാക്കുകളേക്കാൾ കൂടുതൽ നമ്മൾ ഹജ്ജിലുള്ളത് പ്രവൃത്തികളാണ്. തൊവാഫ് ചെയ്യുക, സഫാ മർവക്കിടയിൽ ഒന്ന് സഈ നടക്കുക, അതുപോലെ അറഫയിൽ പോയി നിൽക്കുക, ജംറകളിൽ കല്ലെറിയുക, മിനായിൽ താമസിക്കുക, ഇതൊക്കെയാണ് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട അമലുകൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ എല്ലാവരും കൂടി അങ്ങോട്ട് ചെയ്തു പോകും. അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല, സ്ഥലം അറിയില്ല, അറബി അറിയില്ല എന്നും പറഞ്ഞ ഒരു ബേജാറും ഒരു ഹാജിക്കും വേണ്ട, ഒരു ബേജാറും വേണ്ട. ഇനി എന്തെങ്കിലുമൊക്കെ മറന്നു പോയാൽ തന്നെ നമുക്ക് ഫിദിയ കൊടുക്കാം, കഫാറത്ത് കൊടുക്കാം, പ്രായച്ചിത്തം ചെയ്താൽ അതൊക്കെ ശരിയാകും. അപ്പോ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഒരാളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ വലാ റഫസ വലാ ഫുസൂക വലാ ജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജിൽ മോശപ്പെട്ട ചിന്തകൾ വരാൻ പാടില്ല, ലൈംഗികമായ ചിന്തകൾ, അത്തരത്തിലുള്ള സംസാരം, അത്തരത്തിലുള്ള നോട്ടം, അതൊന്നും പാടില്ല. അതുപോലെ തന്നെ ഹാജിമാര് പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ചെരുപ്പ് മോഷ്ടിച്ചു കൊണ്ടുവരിക. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ചെരുപ്പ് വെച്ചു, നോക്കുമ്പോൾ ചെരുപ്പ് കാണുന്നില്ല, അവിടെ വേറൊരു ചെരുപ്പുണ്ട്, അതുമായിട്ട് വരിക പാടില്ല. നമ്മുടെ ചെരുപ്പ് പോയാൽ പോട്ടെ, അവിടെ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. പിന്നെ ഹജ്ജിന് പോകുന്ന ആളുകൾ, ഉംറക്ക് പോകുന്ന ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷമ വേണം എന്നതാണ്. ക്ഷമ വേണം. ഈ തൊവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ ചിലപ്പോ മറ്റൊരാൾ നമ്മുടെ കാലിൽ ചവിട്ടിയേക്കാം, അറിയാതെ ചവിട്ടാം. ആ സമയത്ത് തിരിച്ച് ചവിട്ടാൻ വേണ്ടി പോയ ഹാജിമാരുണ്ട്. അവൻ എന്നെ ചവിട്ടി, ഞാൻ അവനെ ചവിട്ടട്ടെ എന്ന് പറഞ്ഞ് പകരം വീട്ടാൻ പോയ ആളുകളുണ്ട്. പാടില്ല. കുരുട്ടു ബുദ്ധി നമുക്ക് പാടില്ല. പകരം വീട്ടണ്ട, ദേഷ്യപ്പെടണ്ട, അഹങ്കാരം വേണ്ട, പക വേണ്ട. ചിലപ്പോൾ ഭാര്യയോടൊപ്പം ഒക്കെ ഹജ്ജിന് പോകുന്ന ആളുകൾ ഈ വീട്ടിൽ ഭാര്യയോട് ദേഷ്യപ്പെടുന്നത് പോലെ ഹറമിൽ ചെന്നിട്ട് ദേഷ്യപ്പെടാൻ പാടില്ല. അത് വലിയ തെറ്റാണ്. മക്കൾ മാതാപിതാക്കളുമായിട്ട് ഹജ്ജിന് പോകുന്നവരുണ്ടാകും. ഉമ്മയോട് വാപ്പയോട് അവിടെ ചെന്നിട്ട് ദേഷ്യപ്പെടാൻ പാടില്ല. ക്ഷമ വേണം. കൂടെയുള്ള ആളുകളോട് ക്ഷമ വേണം. ഗ്രൂപ്പുകാരോട് ക്ഷമ വേണം. ഒരു കച്ചവട മൈൻഡ് ഉണ്ടാവാൻ പാടില്ല. കുറച്ച് ആളുകൾ അച്ചാറും അവലൂസ് പൊടിയൊക്കെ ആയിട്ട് പോകും. എന്തിനാ അവിടെ ചെന്നിട്ട് വിൽക്കാൻ? അതും പാടില്ല. ചില ആളുകൾ അവിടെ നിന്ന് ഹോൾസെയിലായി ഈത്തപ്പഴം വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. അതൊന്നും പാടില്ല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം, കുറച്ച് അച്ചാറാണ് കേട്ടോ കൊണ്ടുപോയിക്കോ, കുറച്ച് അവലൂസ് പൊടിയാണ് കേട്ടോ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നാൽ നമ്മളത് തുറന്നു നോക്കണം ഏതെന്താണ് സംഭവം. കാരണം ഹജ്ജിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ കടത്തപ്പെടുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അപ്പൊ അതുകൊണ്ട് എത്രയോ ഹാജിമാരാണെന്നറിയോ പല സമയങ്ങളിലും അത്തരത്തിലുള്ള കെണിവലയിൽ പെട്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് ഹജ്ജിനായിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ചെയ്യുന്ന അമലുകൾ ആരും ഒന്ന് എടുത്തു പറഞ്ഞ് നടക്കരുത്. ഞാൻ ഇന്ന് 15 പ്രാവശ്യം തവാഫ് ചെയ്തു, ഞാൻ ഇന്ന് 5 ഉംറ ചെയ്തു, ഞാൻ 15 ജുസു ഓതി, ഞാൻ ഹജറുൽ അസ്വദ് 10 പ്രാവശ്യം മുത്തി, അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ നടക്കണ്ട. പിന്നെ നിർബന്ധ ബുദ്ധി ഒഴിവാക്കണം. ഹാജിമാരെ നിർബന്ധ ബുദ്ധി ഒഴിവാക്കണം. എനിക്ക് ആ ഹോട്ടൽ തന്നെ വേണം, എനിക്ക് ആ റൂം തന്നെ വേണം, എനിക്ക് താഴത്തെ നില വേണം, എനിക്ക് ആ സീറ്റ് വേണം, എനിക്ക് ആ സ്ഥലം വേണം എന്നും പറഞ്ഞ് നമ്മൾ അവിടെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കരുത്. കാരണം നമ്മൾ ആരും സുഖിക്കാൻ വേണ്ടി പോയതല്ലല്ലോ. അവിടെ നമ്മൾ ഒരു 40 ദിവസം ചുരുങ്ങിയത് അവിടെ ചെന്നിട്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് തിരിച്ചു പോരുന്നവരാ. അപ്പൊ അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന സ്ഥലത്ത് പരിമിതി ഉണ്ടാകും. അതുകൊണ്ട് ആ പരിമിതിയിൽ നമ്മൾ ഒതുങ്ങി നമ്മൾ അവിടെ കഴിയുക. ആ വാശിയോ വൈരാഗ്യമോ പിണക്കമോ ഒന്നും അവിടെ വെച്ച് പാടില്ല. പിന്നെ എപ്പോഴും ഒരു ചെറിയ ബാഗ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ആ ബാഗിൽ നമ്മുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന എന്തെങ്കിലും ഒരു സാധനം, നമ്മൾ ഇന്നാലിന്ന രാജ്യക്കാരനാണ് അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി വന്നതാണ് എന്നൊക്കെയുള്ള ഒരു ഐഡന്റിറ്റി വെളിവാക്കുന്ന ഒരു കാർഡ് നമ്മുടെ ആ ചെറിയ ബാഗിൽ വെക്കണം. അതുപോലെ ആ ചെറിയ ബാഗിൽ എപ്പോഴും ഒരു കവർ സൂക്ഷിക്കണം. എന്തിനാ? നമ്മുടെ ചെരുപ്പ് സൂക്ഷിക്കാൻ. ചെരുപ്പ് നമ്മൾ ഇട്ടുകൊണ്ട് പോയിട്ട് ചിലപ്പോൾ ഹറമിലേക്ക് പോകുമ്പോൾ ചെരുപ്പ് ആ കവറിൽ ഇട്ടിട്ട് വേണം നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് പോകാൻ. അപ്പൊ ആ ബാഗ് ഉണ്ടെങ്കിൽ ആ ബാഗിൽ വെച്ചിട്ട് പോകാൻ പറ്റും. പിന്നെ ഈ ഗുളികകൾ കൊണ്ടുപോകുന്ന ആളുകൾ ശ്രദ്ധിക്കണേ. വലിച്ചു വാരി എല്ലാ ഗുളിക എടുക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറോട് ചോദിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഗുളിക മാത്രം കൊണ്ടുപോയാൽ മതി. അതുപോലെ തന്നെ അവിടെ ചെന്ന് നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ഗുളികകൾ അത് നമ്മൾ
നമ്മൾ ഇവിടുന്നേ കരുതി കൊണ്ടുപോവുക. കാരണം അവിടെ ചെന്ന് വാങ്ങാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഗുളിക അവിടെ, ആ ഒരു മരുന്ന് അവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്നേ നമ്മൾ മരുന്നുകൾ കരുതി കൊണ്ടുപോവുക. ആവശ്യത്തിനുള്ള ഡ്രസ്സ് എടുക്കുക, ഷോക്സ്, സെറ്റർ, അതൊക്കെ തണുപ്പാണെങ്കിൽ ഇടാൻ വേണ്ടി നമ്മൾ കരുതി വെക്കുക. ചുണ്ടു പൊട്ടിയാൽ, അതുപോലെ മൂക്ക് പൊട്ടിയാൽ, കാലിന്റെ പുറകു ഭാഗമൊക്കെ പൊട്ടിയാൽ അവിടെ തേക്കാനുള്ള ജെല്ലുകൾ, മരുന്നുകൾ നമ്മൾ കരുതിയെടുക്കുക. പിന്നെ എല്ലാ സാധനവും എടുത്തു എന്ന് ഉറപ്പുവരുത്തുക. ഞാനിത് ഹജ്ജിന് പോകുന്ന ആൾ, ഇനിയും ഹജ്ജിന് പോകാൻ നിരവധി ആളുകളുണ്ട്, അവരോടുള്ള ഉപദേശമാണ്. അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് ഹാജിമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് പറയാം. അവിടെ ചെന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇഹ്റാമിന്റെ വസ്ത്രം എടുക്കുമ്പോൾ പ്രത്യേകം ഹാജിമാര് ശ്രദ്ധിക്കണേ. പുരുഷന്മാർ ഒരിക്കലും നെരിയാണിക്ക് താഴേക്ക് വസ്ത്രം വരാൻ പാടില്ല, പ്രത്യേകിച്ച് ഇഹ്റാമിന്റെ വസ്ത്രം. മുട്ടിന്റെ മുകളിലേക്കും പോവാൻ പാടില്ല. പിന്നെ പൊക്കിള് വെളിവായിട്ട് നമ്മൾ ഉടുക്കരുത്, പൊക്കിള് മറച്ചിട്ടാവണം നമ്മൾ ഇഹ്റാമിന്റെ മുണ്ട് ഉടുക്കേണ്ടത്. പിന്നെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ശ്രദ്ധിക്കണം, അവർ മുടിയൊന്നും കാണിക്കാതെ വേണം, മുടി എല്ലാം ഉള്ളിലായിരിക്കണം അവരെ മക്കന, അവിടെ തട്ടം ധരിക്കുമ്പോൾ. അതുപോലെ തന്നെ ഈ രണ്ടാം താടി ഉണ്ടല്ലോ, ചില ആളുകൾക്ക് ഇങ്ങനെ രണ്ടാം താടി, ആ രണ്ടാം താടിയും കൂടി മറച്ചിട്ട് വേണം നമ്മൾ മഫ്ത ധരിക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് അവിടെയുള്ള ഹാജിമാർ നിലവിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടുന്ന് പോകുന്നവരും ശ്രദ്ധിക്കുക. പോകുന്നവരോട് പറയട്ടെ, ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കുടുംബക്കാര്, കൂട്ടുകാര്, ബന്ധുക്കള്, അയൽവാസികള്, നമ്മുടെ നാട്ടുകാര് ഒക്കെ ഉണ്ടാകും. എല്ലാവരോടും സലാം പറയുക, എല്ലാവരോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക. പിന്നെ ഇറങ്ങുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം പ്രത്യേകം സുന്നത്താണ്. 132 കിലോമീറ്ററേക്കാൾ കൂടുതൽ നമ്മൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പോവൽ പ്രത്യേകം സുന്നത്താണ്. വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. ആയത്തുൽ കുർസി അത് കഴിഞ്ഞ് ഓതുക. പിന്നെയോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ പറയുക. വലത് കാലുകൊണ്ട് ചെരുപ്പ് ധരിക്കുക. ഇടത് കാലുകൊണ്ട് വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുക. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന തൽബിയത്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ്, അത് പറയുക. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഹാജിമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഹജ്ജിന് പോകുന്ന ആളുകളും അതുപോലെ തന്നെ ഹജ്ജിന് നിലവിൽ മക്കത്തെത്തിയ ആളുകൾ, അതുപോലെ മദീനത്തുള്ള ആളുകൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടത്, ഹജ്ജിന് പോവാൻ തയ്യാറെടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഹജ്ജിന് ഇപ്രാവശ്യം കിട്ടാത്ത ആളുകൾ, ഈ പ്രാവശ്യം ഹജ്ജിന് പോവാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നതാണ്. അവരുടെ ആ യാത്രയും അവരുടെ ഇബാദത്തൊക്കെ എല്ലാം ഖൈറാവാൻ വേണ്ടി ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ ഹാജിമാരോട് ദുആ വസിയ്യത്ത് നടത്തണം. ഹാജിമാരോട് ദുആ വസിയ്യത്ത് നടത്തണം. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ രക്കണേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉംറക്ക് പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ തങ്ങളോട് പറഞ്ഞത്, ലാ തൻസാന യാ ഉഖയ്യ മിൻ ദുആയിക ഉമറേ, എൻ്റെ സഹോദര നീ അവിടെ ചെന്നിട്ട് ദുആ ചെയ്യുമ്പോൾ ഞങ്ങളെ ഒന്നും മറക്കല്ലേ, ഞങ്ങളെ മറക്കല്ലേ എന്ന് നബി തങ്ങൾ ദുആ വസിയ്യത്ത് നടത്തി എന്നാണ്. അപ്പോൾ നമ്മളൊക്കെ ദുആ വസിയ്യത്ത് അവരോട് നടത്തണം. കാരണം അവിടെ ചെന്നിട്ട് ഹാജിയായ ഒരു ആൾ അയാൾ ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ ഹാജ് വലിമൻ യസ്തഗ്ഫിർ ലഹുൽ ഹാജ്, അല്ലാഹുവേ ഹജ്ജ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഈ ഹാജിമാർ ആർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്നു അവർക്കും നീ എല്ലാ വിധത്തിലുള്ള ഖൈറും സലാമത്തും കൊടുക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യണമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഹജ്ജിനായിട്ടുള്ള പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഹാജിമാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഹജ്ജിനായി ആളുകൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഓരോ ഹാജിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അല്ലാഹു തആല നമ്മളിൽ നിന്നും ഹജ്ജിന് പോയിട്ടുള്ള ഹാജിമാർ അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തെല്ലാം അല്ലാഹു മഖബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാവട്ടെ. നമുക്കുമൊക്കെ താമസിയാതെ ഹജ്ജ് ചെയ്യാനുള്ള അവസരം അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല മുഴുവൻ നമ്മുടെ പ്രയാസ പ്രശ്നങ്ങളും മാറ്റി തരട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.